ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 40-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 363-ാമത്തെ നാമം മുതൽ 372-ാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത്. വിക്ഷരോരോഗിതോ മാർഗോ ഹേതുർദാമോദര സഖ മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശനക. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ വീക്ഷര, രോഹിത, മാർഗ, ഹേതുർ, ദാമോദര, സഹ, മഹീധര, മഹാഭാഗ, വേഗവാൻ, അമിതാശന എന്നിങ്ങനെ 10 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമധേയം വീക്ഷര. ക്ഷര എന്നാൽ ഒരു നാശത്തെ കുറിക്കുന്നു. അപ്പോൾ വീക്ഷര എന്നാൽ ഏതൊരു വസ്തുവാണോ നശിക്കാതെ നിലനിൽക്കുന്നത്, ആ ഒരു ശക്തിയെ വീക്ഷര എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ശക്തി എന്നത് ഒരിക്കലും മാറ്റം സംഭവിക്കാത്തതാണ്. എല്ലാവർക്കും ഒരു ഉജ്ജ്വലമായ പ്രകാശത്തെ കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ശക്തി ഒരിക്കലും നശിക്കുകയോ മാറ്റം സംഭവിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഭഗവാന് വീക്ഷര എന്ന നാമധേയം. അടുത്ത നാമധേയം രോഹിത എന്നാണ്. രോഹിത എന്നാൽ മത്സ്യം എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ പല അവതാരങ്ങളും ഭൂമിയിൽ എടുത്തിട്ടുണ്ട്. അത് ധർമ്മത്തെ പരിപാലിക്കാനാണ്. അതിൽ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം. അതായത് മുഴുവൻ പ്രപഞ്ചവും ആ ഒരു ജലത്തിൽ അങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ ആ ഒരു നിലനിൽക്കുന്ന ജീവജാലങ്ങളെ ആ സമയത്ത് മത്സ്യങ്ങൾ മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഭഗവാൻ മത്സ്യന്റെ രൂപമാണ് ആദ്യത്തെ അവതാരമായി വന്നത്. അപ്പോൾ ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തിനെ രക്ഷിക്കുവാൻ പല അവതാരങ്ങളിൽ മത്സ്യാവതാരം എടുത്തതിനാൽ ഭഗവാന് രോഹിത എന്ന നാമധേയം. അടുത്ത നാമധേയം മാർഗ എന്നാണ്. മാർഗ എന്നാൽ വഴി എന്നാണ്. അതായത് ഏതൊരു രൂപം ഇല്ലാത്ത ഒരു ശക്തിയാണോ, നാമമില്ലാത്ത ഒരു ശക്തിയാണോ മറ്റുള്ള സൃഷ്ടികൾക്ക് ഒരു മാർഗത്തെ, വഴിയെ കാട്ടിക്കൊടുക്കുന്നത്, ആ ഒരു ദൈവികമായ ആ ഒരു ശക്തിയെ മാർഗ എന്ന് പറയുന്നു. എല്ലാവർക്കും അവരവരുടെ എന്തൊക്കെ ലക്ഷ്യങ്ങളാണോ ഉള്ളത് അവിടോട്ട് എത്തുവാൻ വേണ്ടി ഭഗവാൻ മാർഗദർശനം കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു വഴിയെ സഞ്ചരിക്കുന്നതിനാൽ ഭഗവാനും സഞ്ചരിക്കാൻ കാട്ടിക്കൊടുക്കുന്നതിനാൽ ഭഗവാന് മാർഗ എന്ന നാമധേയം. അടുത്ത നാമധേയം ഹേതു എന്നാണ്. ഹേതു എന്നാൽ കാരണം എന്നർത്ഥം. അതായത് മൊത്തം പ്രപഞ്ചത്തിന്റെ കാരണഭൂതനാണ് ഭഗവാൻ. അതിനാൽ ഭഗവാന് ഉപാദന കാരണ എന്നും നിമിത്ത കാരണ എന്നും പറയുന്നു. ഉപാദന കാരണം എന്നാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവനായിട്ടുള്ള ആ ഒരു വസ്തുക്കളുടെ സൃഷ്ടിച്ചതിനാൽ, ജീവാത്മാവ് ഭഗവാന്റെ സൃഷ്ടിയാൽ ഉണ്ടായതിനാൽ ഉപാദന കാരണ എന്നും, നിമിത്ത കാരണം എന്നാൽ ഏതൊരു നിമിത്തമാണോ, അതായത് പരമാത്മാവായി നിലനിൽക്കുന്ന ഭഗവാന് നിമിത്ത കാരണം എന്ന് പറയുന്നു. അപ്പോൾ ജീവാത്മാവും ഭഗവാൻ തന്നെയാണ് കാരണം. പരമാത്മാവായി ഉള്ളിൽ ജ്വലിക്കുന്ന ഭഗവാനും ആ ഒരു ശക്തിക്കും ഭഗവാൻ തന്നെയാണ് കാരണം. അതിനാൽ ഭഗവാൻ ഈ ഒരു പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതിന് കാരണമായതിനാൽ ഭഗവാന് ഹേതു എന്ന നാമധേയം. അടുത്ത നാമധേയം ദാമോദര എന്നാണ്. ധാമ എന്നാൽ ഏതിനെയും പൂർണ്ണമായി നിയന്ത്രിക്കുവാൻ സാധ്യമുള്ളതിനെ ധാമ എന്ന് പറയുന്നു. ഉദാര എന്ന് പറഞ്ഞാൽ ഏതൊരു പവിത്രമായി ശുദ്ധീകരിക്കപ്പെട്ടതിനെ ഉദാര എന്ന് പറയുന്നു. അപ്പോൾ ദാമോദര എന്നാൽ ഏതൊരു ഭഗവാനാണോ പൂർണമായും പവിത്രമായ മനസ്സോട് കൂടിയതും സ്വന്തമായി എല്ലാം നിയന്ത്രിക്കുവാൻ ശേഷിയുള്ളതും വളരെയധികം മഹത്വങ്ങളോട് കൂടിയതും ആയിട്ടുള്ള ഭഗവാന് ദാമോദര എന്ന നാമധേയം. ഇത് തന്നെയാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഭഗവാനെ എല്ലാ തരത്തിലുള്ള നിയന്ത്രണത്തിന് കാരണമായതിനാൽ ദാമോദര എന്ന് വിളിക്കുന്നു.
അപ്പോൾ ബ്രഹ്മപുരാണത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ഭഗവാനെ ഒരു കൃഷ്ണാവതാരം എടുത്തപ്പോൾ ഒരു ധാമ എന്നാൽ കയറ് എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ ആ ഒരു കയറിനാൽ ആ യശോദാദേവി ചുറ്റിയപ്പോൾ, അതായത് ഉദാര എന്നാൽ ഈ ഒരു ഉദര സ്ഥാനം, അതായത് വയറിന്റെ ആ സ്ഥാനത്ത് കയറ് കൊണ്ട് കെട്ടിയതിനാൽ ഭഗവാന് ദാമോദര എന്ന നാമധേയം. അത് മാത്രവുമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ നിയന്ത്രണത്തിലൂടെ കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നതിനാൽ ഭഗവാന് ദാമോദര എന്ന നാമധേയം. അടുത്ത നാമധേയം സഹ എന്നാണ്. ഏതൊരു ശക്തിയാണോ മുഴുവനായി എല്ലാം തന്നെ സഹിക്കുന്നത്, ആ ശക്തിക്ക് സഹ എന്ന നാമധേയം. അപ്പോൾ ഭഗവാന് എല്ലാ തരത്തിലും ഒരു ക്ഷമയുണ്ട്. അത് മാത്രവുമല്ല, ഏതൊരു കാര്യം നടന്നാലും അത് മറക്കാനും പൊറുക്കുവാനും സാധിക്കുന്നു ഒരു പരമഭക്തന്മാർക്ക് വേണ്ടി. അതിനാൽ ഭഗവാന് സഹ എന്ന നാമധേയം. അടുത്ത നാമധേയം മഹീധര എന്നാണ്. മഹി എന്നാൽ ഭൂമി എന്നർത്ഥം, ധര എന്നാൽ അതിനെ സംരക്ഷിക്കുന്നു എന്നർത്ഥം. അപ്പോൾ മഹീധര എന്നാൽ ഏതൊരു ശക്തിയാണോ ഈ ഒരു മുഴുവൻ ഭൂമിയെയും സംരക്ഷിച്ചു നിൽക്കുന്നത്, ആ ഒരു സാരകോശത്തെ മഹീധര എന്ന് പറയുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവനും സംരക്ഷിക്കുന്നത് ഭഗവാനാണ്. എങ്ങനെയാണോ ഈ ആഭരണങ്ങളെയൊക്കെ ആ ഒരു തങ്ക സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് എങ്ങനെയാണോ ഈ ഒരു വസ്ത്രങ്ങളൊക്കെ അതിൻ്റെ നൂല് സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണോ ഈ സമുദ്രത്തെ മുഴുവനും തിരമാലകൾ സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഭഗവാൻ നമ്മുടെ എല്ലാ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെയും സംരക്ഷിക്കുന്നു. അതിനാൽ ഭഗവാന് മഹീധര എന്ന നാമധേയം. അടുത്ത നാമധേയം മഹാഭാഗ എന്നാണ്. ഭാഗ എന്നാൽ ഭംഗിയെ സൂചിപ്പിക്കുന്നു, മഹാ എന്നാൽ മഹത്ത് എന്നർത്ഥം. അപ്പോൾ മഹാഭാഗ എന്നാൽ ഭഗവാനുടെ അത്യന്ത സുന്ദരമായ ആ ഒരു കൈകളും അത്യന്തം ഏറ്റവും പുണ്യമായി തോന്നുന്ന ആ ഒരു പ്രഭയും, അതുപോലെ എല്ലാ യജ്ഞത്തിലെയും ഭഗവാൻ അങ്ങനെ ഭഗവാനെ വളരെ എളുപ്പത്തിൽ അങ്ങനെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നു. അതിനാൽ ഭഗവാന് മഹാഭാഗ എന്ന നാമധേയം. അടുത്ത നാമധേയം വേഗവാൻ എന്നാണ്. വേഗം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്നർത്ഥം. വേഗവാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിയാണോ വളരെ വേഗത്തിൽ ഒരു സ്ഥലത്ത് എത്തുന്നതായാലും, വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങൾ കേൾക്കുന്നതായാലും, വളരെ വേഗത്തിൽ എല്ലാത്തിനും ഒരു നിവൃത്തി വരുത്തുന്നതായാലും ആ ഭഗവാനെ, ശക്തിയെ വേഗവാൻ എന്ന് വിളിക്കുന്നു. ഭഗവാൻ ഏതൊരു ഭക്തന്റെയും മനസ്സിൽ തോന്നിക്കുമ്പോൾ ആ ഹൃദയത്തിൽ വന്ന് കുടിയിരിക്കുന്ന അത്രയും വേഗത്തിൽ അങ്ങ് എത്തുന്നു. ഭഗവാൻ എവിടെയും പരന്നിരിക്കുന്നു. എവിടെയും ഭഗവാനെ ഒന്നും തന്നെ അങ്ങ് മറികടക്കുവാൻ സാധ്യമല്ല. ഇത് തന്നെയാണ് ഈശവാശോപനിഷത്തിലും പറയുന്നത്. ഭഗവാൻ മനസ്സിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ആളാണ്. അതിനാലാണ് ഭഗവാനെ മനസ്സോ ജീവീയ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന് വേഗവാൻ എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് അമിതാശന എന്ന്. ആശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം, അമിതം എന്ന് പറഞ്ഞാൽ ഒട്ടും തീരാതെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ അമിതാശന എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനും ഉപരിയായി നമ്മൾ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നതിനെ അമിതാശന എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന് ഒരു ഭക്തന് ഭഗവാന്റെ അടുത്ത് പോകുന്നതും ഭഗവാനെ കുറിച്ച് അറിയുന്നതിനും ഭഗവാനെ കുറിച്ച് ആ ഒരു അനുഭവം എത്തുന്നതിനും വളരെ വളരെ ആഗ്രഹിക്കുന്നതിനാൽ ഭഗവാന് അമിതാശന എന്ന നാമധേയം. അത് മാത്രമല്ല, നമ്മുടെ ഒരു ഭക്തന്റെ മനസ്സ് എപ്പോഴും ഒരു സ്വപ്നത്തിലായാലും ജാഗ്രതയിലായാലും സുഷുപ്തിയിലായാലും ഏതൊരു സ്ഥലത്തായാലും ആ ഭഗവാനോട് എത്തുന്നതിന് ഒരു ആഗ്രഹം തോന്നിക്കുന്നു. അതിനാൽ ഭഗവാന് അമിതാശന എന്ന നാമധേയം. അത് പ്രളയത്തിലാകുമ്പോൾ ഈ ഒരു സൃഷ്ടിച്ച എല്ലാം തന്നെ തന്നിലങ്ങ് ലയിച്ചു പോവുകയും ചെയ്യുന്നു. അതിനാൽ ഭഗവാന് അമിതാശന എന്ന നാമധേയമാണ്.
ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ വീക്ഷര, രോഹിത, മാർഗ, ഹേതു, ദാമോദര, സഹ, മഹീധര, മഹാഭാഗ, വേഗവാൻ, അമിതാശന എന്നീ 10 നാമങ്ങളാണ്. വീക്ഷരോ രോഹിതോ മാർഗോ ഹേതുർദാമോദര സഖ, മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശന. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.